ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ കടലിൽ നിന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആവിയായിട്ട് ചൂടാകുമ്പോൾ ഇങ്ങനെ വേപ്പറായിട്ട് അത് പിന്നെ അങ്ങ് ആകാശത്ത് നിന്ന് ക്ലൗഡ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും അത് മഴയായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്ത് വന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഒലിച്ച് വീണ്ടും കടലിലെത്തിയിട്ട് കടലിൽ നിന്നും ആറ്റിൽ നിന്നും അവിടെ കായലിൽ നിന്നും ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആവിയായി പോയിക്കൊണ്ടിരിക്കും ആവി. പിന്നെ ഇതിനിടയ്ക്ക് ചൂട് കൂടുന്ന സമയത്ത് മഞ്ഞുമലകൾ ഉരുകിയിട്ട് കുറച്ച് വെള്ളം വരുന്നുണ്ട്. അത് പക്ഷെ മഴയായിട്ട് പെയ്ത് വീണ്ടും കടലിലെത്തുമ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടവർക്കും പുറത്തുനിന്ന് എങ്ങാണ്ടൊന്ന് കൊണ്ട് ആരോ കോരി ഒഴിക്കുന്ന പോലെ ഇത് സംഭവിച്ചേക്കുന്നത് ഈ ഒലിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഈ വെള്ളം പ്രകൃതിയിൽ എവിടെ വീണാലും ഇനി പലയിടത്തും മണ്ണിടിച്ചിലും ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക കോണ്ടിനൻസ് വരെ തെന്നിത്തെറിച്ച് പോയെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിനോസറുകളെ കാണാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലും വോൾക്കാനിക് ഇറപ്ഷൻസും എർത്ത് ഇതെല്ലാം കൂടെ കൂടിയതാണല്ലോ ഈ സംഭവം. പക്ഷെ ഇപ്പൊ ഈ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വെള്ളം ഒലിച്ചു പോകാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ട് അതെല്ലാം കൂടെ ഈ സിറ്റിക്കകത്തൂടെ ടൗണിൽ കൂടെ എല്ലാം കൂടെ കയറി വീടിനകത്തൂടെ ഒലിച്ചു പോകുമ്പോൾ ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്ന കേട്ടവർക്കും കൂടുതൽ മഴ പെയ്തെന്ന്. എത്ര മഴ പെയ്താൽ എന്തോ ഇവിടെ തന്നെയുള്ള വെള്ളമല്ലേ, അതെങ്ങനെയാണ് ഇപ്പൊ വീടിനകത്ത് കയറുന്നത്? ഇതിനു മുമ്പൊന്നും വീട്ടിൽ കയറിയിട്ടില്ല. അതായത് നേരത്തെ ഒന്നും അവിടെ വീടുകളില്ലായിരുന്നായിരിക്കാം. പോപ്പുലേഷൻ കൂടിയപ്പോൾ ഈ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലത്തും വീട് വന്ന് കാണും അല്ലേ? അതുപോലെ തന്നെ ഒഴുകി പൊയ്ക്കൊണ്ടിരുന്ന അതിന്റെ ഒരു രീതിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായി. പല ആറുകളും കായലുകളും എല്ലാം ഒരു ഇച്ചിരി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല റൂട്ട് മാറ്റി ഒഴുകാനും ചില സാഹചര്യങ്ങളിൽ ഇതിന് പറ്റാതെ വരും. അതുപോലെയാണല്ലോ നമ്മളെ കൺസ്ട്രക്ഷനും പ്ലാനിങ്ങും ഒക്കെ ഇരിക്കുന്നത്. അല്ലാതെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് വെള്ളം വരുന്നേ ഇവിടെ തന്നെയുള്ള വെള്ളമല്ലേ. പിന്നെ ഇനി മഞ്ഞുമല ഉരിയ വെള്ളം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അപ്പോഴും ഈ കടലിൽ തന്നെ കിടക്കുന്ന വെള്ളമാണല്ലോ. അല്ലെങ്കിൽ ഈ വെള്ളം മഴയത്ത് മാത്രം എങ്ങനെ കൂടുന്നത്? ഇത് കൂടുതലൊന്നും അല്ല. പക്ഷേ ഇതൊഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളില്ല പഴയതുപോലെ. അല്ലെങ്കിൽ ഇതൊഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ ആരോ കൊണ്ടുപോയാണ്ടൊക്കെ പണിത് വെച്ചപ്പോൾ അതിനകത്തോടെ ഇപ്പോൾ ഒഴുകുന്ന അല്ല ഒന്നും ഇല്ല. നേരത്തെ തൊട്ട് വെള്ളം കയറാത്ത സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറാത്തതിൽ ഇപ്പോഴും കയറുന്നില്ല. എന്നാൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് പലയിടത്തും വെള്ളം കയറുന്നുണ്ട്. അവിടെ പണ്ടെന്നൊക്കെയോ വെള്ളം കയറിക്കൊണ്ടിരുന്നതാണ്. ഇതുപോലൊരു മഴ പെയ്താൽ, ഇതുപോലൊരു മഴ ഈ പ്രകൃതിയിൽ ആദ്യമായിട്ടോ മിനിഞ്ഞാന്നുണ്ടായതോ ഒന്നും അല്ല. അത് ഉറപ്പാണ്. 15 വർഷം കൂടി ഇരിക്കുമ്പോഴും 20 വർഷം കൂടി ഇരിക്കുമ്പോഴും വലിയ കൂടുതൽ ചൂടായിട്ട് കൂടുതൽ ആവി പോയിട്ട് കൂടുതൽ മഴ പെയ്തിട്ട് കൂടുതൽ ഒലിച്ചു പോകാറുണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ? പണ്ടെങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. 95-ലോ 94-ലോ എങ്ങാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പെയ്തത് 2018-ലോ എന്നാണ് ഫ്ലഡ് ഉണ്ടായതെന്ന്. ഇനിയിപ്പതേ വീണ്ടും ചെറിയ തോതിൽ അത്രയും ഐറ്റമൊക്കെ തന്നെ കണ്ടത്. എല്ലായിടത്തും വെള്ളം കയറി മുങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. ആസാമിൽ സംഭവിച്ചെന്നോ ഒറീസയിൽ സംഭവിച്ചെന്നോ പാകിസ്ഥാനിൽ സംഭവിച്ചെന്നോ ഒക്കെ കാണാൻ പറ്റും. ഫിലിപ്പീൻസിലൊക്കെ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം എന്തോ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ന് പ്രകൃതിയായിട്ട് വെട്ടിവിട്ട ചാലുകളും പുഴകളും മാത്രം പോരാ. മനുഷ്യൻ പലയിടത്തും ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡെപ്തും അതിന്റെ വിഡ്ത്തും അതിന്റെ ലെങ്തും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇനി അഥവാ ഇത് സ്വാഭാവികമായി സംഭവിച്ചാണെങ്കിൽ പോലും ഇതിനെ ചിലപ്പോൾ നമ്മൾ ഈ ഹാർട്ടിന്റെ ഒക്കെ വാൽവ് ഈ ബ്രാഞ്ചസ് ഒക്കെ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോകും, ചിലപ്പോൾ അത് തുറന്നു വരും. ഇപ്പൊ മെയിൻ ബ്രാഞ്ചൊക്കെ അടഞ്ഞാൽ പോലും പിന്നീട് മറ്റ് ബ്രാഞ്ചുകൾ ഓപ്പൺ ആവാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സംഭവം വന്നപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. എന്നാലും ഓപ്പൺ ആകാറുണ്ട്. ഹാർട്ടിന് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ബ്രാഞ്ചസ് അടഞ്ഞാലും ചിലപ്പോൾ ചില ബ്രാഞ്ചസ് ഓപ്പൺ ആവും, പുതിയ ബ്രാഞ്ചുകൾ. അപ്പൊ അങ്ങനെ നടത്താനുള്ളൊരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഇല്ല. കാരണം ഭയങ്കര കൺസ്ട്രക്ഷൻസും ഇതിന്റെ ഇപ്പൊ മണ്ണിട്ട് നികത്തുക മാത്രമല്ല, മാന്തി കളഞ്ഞിട്ട് നിരപ്പാക്കിയിട്ട് വേറെടുത്ത് കൊണ്ട് പൊക്കിയിട്ട് അങ്ങനെയാണല്ലോ ഇവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഇത് വെള്ളവും കൂടല്ലേ. ഇപ്പൊ സൂര്യന്റെ കാര്യത്തിൽ നമുക്കൊന്നും പേടിക്കണ്ട. വെളിച്ചം വന്ന് എങ്ങോട്ട് വീണാൽ അവിടെ എല്ലാം ഈ പറഞ്ഞ ഒരുപോലെ വെളിച്ചത്തിനകത്ത് ഇതൊന്നും ചെയ്യാനില്ല. പിന്നെ മറച്ചുള്ള പരിപാടി കൂടുതൽ തുടങ്ങിയാൽ വെളിച്ചത്തിന് പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷേ ഇതങ്ങനെയല്ല. വെള്ളമല്ലേ, വെള്ളം അങ്ങ് ചുമ്മാ അതങ്ങ് ഒഴുകും. അതുമല്ല ഇതിന്റെ ഒരു പരിപാടി അറിയാമല്ലോ. വെള്ളം എങ്ങനെയാണ്, വെള്ളത്തിന്റെ അവസ്ഥ അറിയാമല്ലോ. വെള്ളത്തിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇന്നടത്തിരിക്കണമെന്നോ അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരെ മുക്കിക്കൊല്ലണമെന്നോ പെരയ്ക്കകത്ത് ഒഴുകണമെന്നോ നിർബന്ധമൊന്നുമില്ല. അതങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഒരിടത്ത് കെട്ടിക്കിടന്നിരിക്കും. ചിലപ്പോൾ അങ്ങ് ആവിയായിട്ട് വീണ്ടും പോയി ആകാശത്ത് കറങ്ങണമെന്നിരിക്കും. അത് കഴിയുമ്പോൾ അത് വെള്ളമായിട്ട് താഴോട്ട് വീണെന്നിരിക്കും. ഇതൊക്കെ വെള്ളത്തിന്റെ പരിപാടി അത്രയൊക്കെ ഉള്ളൂ. വെള്ളം അറിയുന്നുണ്ടോ ഇത് വല്ലതും? അപ്പൊ ആ അറിയാത്ത പാവം പിടിച്ച വെള്ളത്തിനെ തടഞ്ഞു നിർത്തുകയോ അതിന് പോകാൻ അനുമതി കൊടുക്കാതിരിക്കുകയോ അവിടെ എല്ലാം കയറി ഓരോന്ന് പടതും തടഞ്ഞും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോ തെറ്റുക. അത് ഒരിടത്തല്ലെന്നേ, ഒരുപാട് തെറ്റിക്കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഈ സാധനം തെറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പാരലായിട്ട് ഈ പറഞ്ഞ എന്താ പറയണ്ടേ, ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനേ വരത്തുള്ളൂ. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ മനസ്സിന്റെ മാനസിക നില പോലെയൊക്കെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഡൈവേർട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് നമുക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതും പിടിച്ചോണ്ടിരിക്കുക, ഡൈവേർട്ട് ചെയ്യാൻ പറയും.
തോട്ട്സ്, നമ്മുടെ ഓരോ ദിവസത്തെ പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂള് അതെല്ലാം തെറ്റിച്ച് മാറ്റി ഒരു റുട്ടീനൊക്കെ ഉണ്ടാക്കാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ഈ സംഭവം കുറച്ചുകൂടി പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേരളത്തിലൊക്കെ. കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ വെള്ളം പൊങ്ങി അവിടെ എല്ലാം പ്ലാൻ ഒന്നും മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. ഇതൊഴികെ പോകാനുള്ള സൗകര്യങ്ങളാണ് ഇനി കൂടുതൽ പണിയേണ്ടത്. ഈ വീടുകളൊക്കെ പണിതുപോലെ, റോഡുകളൊക്കെ പുരോഗമിപ്പിച്ച പോലെ അതിൽ കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന വേറെ സാധനം ഇവിടെ നടന്നുകൊണ്ടിരുന്നിട്ടും ഈ സിസ്റ്റം ഒന്ന് മാറ്റി പണിയാൻ, അല്ല ഇതിനെ ഒന്ന് പഠിച്ചിട്ട് അതിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ഈ വെള്ളം ഇങ്ങോട്ട് കയറാതെ ഇത് ഇതുവഴിയൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിന്റെ ആഴം കൂട്ടുകയോ നീളം കൂട്ടുകയോ വീതി കൂട്ടുകയോ, വീതി കൂട്ടണ്ട, ഇതിന്റെ ആഴം കൂട്ടിയാൽ മതി. അത് അതുവഴി പോകണം. എങ്ങോട്ട് പോകണം? കടലിലേക്ക് പോകണം. അവിടെ ഇത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടേ, അത് കാണുന്നോളൂ. തൽക്കാലം ഇപ്പോൾ അതെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മതിയാണ്. അല്ലാതെ ഇത് വേറെ വഴിയൊന്നും ഇല്ലെന്നേ. ഇത് നമ്മൾ ആ റൂട്ട് ക്ലിയർ അല്ല, മനസ്സിലായില്ലേ? ഇവിടെ റോഡുകൾ പണിയുന്നില്ലേ? കഞ്ചക്ഷൻ കൂടിയപ്പോൾ, വണ്ടികളുടെ എണ്ണം കൂടിയപ്പോൾ റോഡുകൾ പണിത് വീതി കൂട്ടുന്നു, ഭയങ്കര ഫ്ലൈ ഓവർ പണിയുന്നു, ഒറ്റ പണിയുന്നു. ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വെള്ളവും. അത് പണിതില്ലെങ്കിൽ ഈ ഫ്ലൈ ഓവർ ഒന്നും വലിയ പ്ലാനില്ല, അതിൽ കൂടുതൽ നഷ്ടം ഈ വെള്ളം ഉണ്ടാക്കി തരും.